ഹായ്, മാപ്സ് ആൻഡ് മീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ലേക്ക് കാണാനാണ് പോകുന്നത്. ജർമ്മനിയിലെ ടഗേൺസി എന്ന് പറയുന്ന ഒരു ലേക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ബൈറിഷ് റീജിയണൽ ബാനിലാണ്. ആ ബൈറിഷ് റീജിയണൽ ബാനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിനിലേക്ക് കയറാം. ട്രെയിനിലേക്ക് എങ്ങനെ കയറണമെന്ന് കൂടി കാണിച്ചു തരാം. ഓട്ടോമേറ്റഡ് ഡോറുകളാണ്. അപ്പോൾ നമുക്ക് ഈ അകത്തേക്ക് കയറാം. നമ്മുടെ ട്രെയിനിൻ്റെ ടോയ്ലറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്രെയിനിനകത്തുള്ള ടോയ്ലറ്റ്. അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് കാണാം, നമ്മുടെ ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ്. ഇതൊരു റീജിയണൽ ബാൻ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രെയിനിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഒന്ന് കണ്ടുപോകാം. ഇത്രയും പേരാണ് ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഫൈനലി നമ്മുടെ സ്റ്റോപ്പ് എത്തി. നമുക്ക് സ്റ്റോപ്പിൽ ഇറങ്ങാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന്, കാരണം സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ എല്ലാവരും ഈ ലേക്ക് കാണാൻ വന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് ആ ലേക്കിലോട്ട് പോകാം. ചുറ്റും ആൽപ്സ് പർവ്വതനിരകളാണ് നമുക്ക് ഈ കാണുന്നത് ശരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഈ ടഗേൺസി എന്ന് പറയുന്ന ആ ഒരു ലേക്ക് ഉള്ളത്. ഇവിടെ സീ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ജർമ്മനിലെ സീ എന്ന് പറയുമ്പോൾ അത് ലേക്ക് എന്നുള്ള മീനിങ് തന്നെയാണ്. പക്ഷെ അതിനെ പറയുമ്പോൾ ടഗേൺസി എന്നോ അല്ലെങ്കിൽ കെണിഗ്സി എന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അതേപോലെ ഒരു ഐറിഷ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ തനതായ ജർമ്മൻ റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് ദൂരം നടന്നാൽ മാത്രമേ നമുക്ക് ടഗേൺസിയിൽ ചെല്ലാൻ പറ്റുള്ളൂ. ഈ ഒരു പ്ലേസൊക്കെ നമ്മുടെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്ലേസാണ് നിങ്ങൾ കാണുന്നത്. ട്രഡീഷണലാണ്, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ വെച്ച ഒരു ആർട്ടൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഫുൾ വുഡനാണിത്. റോസ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഇല്ല. ഇത് ഒരു ഇതിൽ തന്നെ ഒരുപാട് പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അധികം മുള്ളുമില്ല. ഫൈനലി നമ്മൾ നടന്ന് ലേക്കിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു ഓവറോൾ കാഴ്ച ഈ ലേക്കിന്റെ. നമുക്കിനി സ്വിംസ്യൂട്ട് ഒക്കെ ഇട്ട് വെള്ളത്തിൽ ഇറങ്ങണം. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേക റൂമുകളും അതുപോലെ തന്നെ ടോയ്ലറ്റ്, ബാത്റൂം എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി അടുത്തത് വെള്ളത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ നേരെ പോവാണ്, മാറ്റിട്ട് വരാം. അപ്പോൾ ആൾക്കാർ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. നമുക്കിവിടെ റെൻറ്റിനും ബോട്ടൊക്കെ എടുക്കാൻ പറ്റും. അത്യാവശ്യം കുറേ പേര് ഇവിടെ സ്വിം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിൽ ഓരോരുത്തർ ഇവിടെ ഇൻവോൾവ് ആണ്. അത്യാവശ്യം നല്ല വലിയൊരു സീ തന്നെയാണ്. സീ മീൻസ് ലേക്കാണ് ടഗേൺസി. ചുറ്റും നിങ്ങൾക്ക് ആൽപ്സ് പർവ്വതനിരകളും കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടഗേൺസി. ഇതിലേക്ക് നമ്മളിപ്പോൾ ഇറങ്ങിയാണ്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ വലിയ ആഴമില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. എല്ലാവരും നല്ല എൻജോയ് ചെയ്യാണ്. നല്ല ക്ലിയർ വെള്ളമാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല അടിപൊളി ക്ലിയർ വെള്ളമാണ് ഇപ്പോൾ. ഫൈനലി നമ്മുടെ നീന്തലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണം. ഇവിടെ കഴിക്കാൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് കാണാം. നമുക്ക് ചെന്ന് നോക്കാം അവിടെ എന്തൊക്കെ കിട്ടുമെന്ന്. പിസ്സയാണ് ഇവിടെ കോമൺ ആയിട്ട് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം എന്തൊക്കെ പിസ്സ ഉണ്ടെന്ന്. Nur EC-Karte, no Credit. Ja. So einmal Margarita und einmal Fanta. Und eine Fanta. Eine Fanta. Zwei Arrabbiate mit Gorgonzola, oder? Ja. Fantasia. Eine für mich. Fanta, una o due? Una. നമ്മൾ പിസ്സ മാർഗരീറ്റ ഓർഡർ ചെയ്തു, അതേപോലെ തന്നെ ഫാൻറ്റായി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. ഇവിടെ നമുക്ക് ബോട്ടിങ് ഉണ്ട്, ബോട്ടിങ് ചെയ്യാൻ പറ്റും. ഒരു റൗണ്ട് ട്രിപ്പിന് ഇവിടെ നമ്മൾ 18.5 യൂറോ കൊടുക്കണം. 18.5 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ദൂരം, ഏതാണ്ട് ഒരു 45 മിനിറ്റ്സോളം നമുക്ക് ഇത് ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. ഇവിടുത്തെ തിരക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള തുർക്കിഷ് റെസ്റ്റോറൻറ്റിലേക്കാണ്.
അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തേക്കുന്നത് കബാബ് പ്ലേറ്ററാണ്. ഇത് ചിക്കൻ കബാബാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഫലാഫൽ. ഇത് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഗാർലിക് സോസ് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ വലിയ റൊട്ടിയുണ്ട്, തന്തൂരി റൊട്ടിയാണ്. ശരിക്കും നമ്മൾ ഇന്ന് കയറിയേക്കുന്നത് ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് വിശേഷം. അപ്പോൾ നമ്മൾ ടഗേൻസി എല്ലാം കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോകാനുള്ള ട്രെയിനിലാണ്. അപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറുണ്ട് ഇവിടുന്ന് മ്യൂണിക്കിലേക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അൺടിൽ ദെൻ ബൈ.